സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു അടിപൊളി ഒരു വാർത്തയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, നമ്മുടെ എല്ലാം കറുത്ത മുത്തെന്നൊക്കെ വേണമെങ്കിൽ വിളിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കറുത്ത മുത്തെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അതായത് വേറെ ആരുമല്ല, നമ്മുടെ വേടൻ, നമ്മുടെ സ്വന്തം വേടൻ, നമ്മുടെ എല്ലാവരുടെയും വേടൻ. ആ വേടന്റെ ഒരു കവിത നമ്മുടെ സർവകലാശാലയിൽ പാഠ്യ വിഷയമായിട്ട് എടുക്കാൻ പോവുകയാണ്. ഇനി ബിരുദാനന്തര ബിരുദമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഈ നമ്മുടെ വേടന്റെ പാട്ടും പഠിക്കേണ്ടതായിട്ട് വരും. ആ വേടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ റാപ്പാണ് വേടൻ ചെയ്യുന്നത്. പക്ഷേ വേടൻ ഒരു റാപ്പ് അല്ല എഴുതുന്നത്, അല്ലെങ്കിൽ വേടൻ റാപ്പ് അല്ല ചെയ്യുന്നത്. വേടൻ ശരിക്കും ഒരു പൊയറ്റ് ആണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെ, വേടൻ ഒരു കവിയാണ്. വേടൻ എഴുതുന്നതെല്ലാം കവിതകളാണ്. അത് റാപ്പ് എന്നുള്ളൊരു രൂപേണ വേടൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. വേടന്റെ റാപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ സ്ഫുടമായിട്ടും വ്യക്തമായിട്ട് സംസാരിക്കുന്ന രീതിയൊന്നുമല്ല. വേടന്റെ റാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇന്നലകളിൽ അനുഭവിച്ചിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ശബ്ദവും രാഷ്ട്രീയവുമാണ് വേടന്റെ റാപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്. ആ മുന്നോട്ട് വെക്കുന്ന കാര്യം അതൊരു പാഠ്യ വിഷയമായിട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാല ഏറ്റെടുത്തെങ്കിൽ അത് വലിയ രീതിയിൽ സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അങ്ങേയറ്റ അഭിനന്ദനാർഹവും അതേപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരു ബഹുമാനം തോന്നുന്നതുമാണ്. നമുക്കറിയാം, വേടന്റെ ഓരോ പാട്ടുകളും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാനായിട്ടുണ്ട്. കേവലം വെറുതെ ഒരു വരികൾ എഴുതിക്കൊണ്ട് അതിനെ ഒരു റാപ്പ് എന്നുള്ള പേരും ഇട്ട് പാടുന്നതല്ല വേടന്റെ പാട്ടുകൾ. ഇന്നത്തെ നമുക്കറിയാം, ഒരുപാട് സിനിമകളിൽ എന്തൊക്കെയോ ഊള പാട്ടുകളൊക്കെ വന്ന് പാടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം കണ്ടു, അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ജനത. വേടൻ റാപ്പ് എന്ന് പറയുന്ന ഒരു കലയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയങ്ങളും വേടന്റെ എല്ലാ വിമർശനങ്ങളും, നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം വേടൻ വിമർശിക്കുന്ന ഈ ഒരു കവിതയിൽ കൂടിയാണ്. അപ്പോൾ വേടന്റെ ഓരോ കവിതയും ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ച് അതിൽ ഓരോ വരികളും എങ്ങനെയുള്ളതാണെന്നൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കൊള്ളരുതായ്മകൾ കൊണ്ട് തന്നെയാണ്, അതിൻ്റെ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് വേടന്റെ കവിതകൾ എന്ന് പറയുന്നത്. ഓരോ വരികളിലും വേടൻ അനുഭവിച്ച കാര്യങ്ങളും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കവിതകൾ ഓരോന്നും നമ്മൾ എടുത്ത് ചികഞ്ഞു നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷേ RSSന്റെ അടിമകൾ പറയുന്നത് പോലെ ഈ കായലിൽ ചവിട്ടി താഴ്ത്തിയാൽ പിന്നെ കിട്ടില്ല, കിറുക്കന്മാർക്ക് കിട്ടില്ല, അതുപോലെയൊക്കെ ഈ പറയുന്ന ഞാൻ പാടാനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണല്ലോ എനിക്കൊരു മയിരുമില്ല എന്നൊക്കെ പറയുന്നത് ഇവരിങ്ങനെ വിമർശിക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതൊരു ചീത്ത ഒരു പ്രയോഗമായിട്ടോ അല്ലെങ്കിൽ അത് മോശമായിട്ടോ തോന്നാം. പക്ഷേ അതിനെ ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണല്ലോ എനിക്കൊരു കോപ്പുമില്ല ഒരു മയിരുമില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന, ഇന്നലകളിൽ ഉണ്ടായിരുന്ന ജന്മി വ്യവസ്ഥകളെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യത്തെയാണ് വേടൻ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. നീ എന്ത് കോപ്പാണെങ്കിലും എനിക്കൊരു കോപ്പും ഇല്ലടാ പുല്ലേ എന്ന് പറയാനായിട്ട് വേടൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണല്ലോ എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ വേടൻ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും എല്ലാ ആളുകളുടെയും മനസ്സിൽ ജാതിയിൽ ഉയർന്നവൻ ജാതിയിൽ താഴ്ന്നവൻ എന്നുള്ള വേർതിരിവുണ്ട്. നമ്മൾ സുരേഷ് ഗോപിയുടെ വിഷയത്തിലൊക്കെ പലപ്പോഴും കണ്ടതാണ്. അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ പലർക്കും പറ്റും. ഈ പ്രസംഗം, കവലകളിൽ പോയി പ്രസംഗം, ആളെ കൂട്ടി പ്രസംഗിക്കുക, അതിനുവേണ്ടി ഒരു സ്ട്രൈക്ക് നടത്തുക, അതിനുവേണ്ടിയിട്ട് പത്രിക സമർപ്പിക്കുക, ഇതിനെല്ലാം ആളുകളെ കൊണ്ട് സാധിക്കും. പക്ഷേ ഒരു കലാരൂപേണ ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആധുനിക ജനതയുടെ, അല്ലെ ആധുനിക തലമുറയുടെ അവരുടെ ഉള്ളിലേക്ക് ഇന്നലകളിൽ നിലനിന്നിരുന്ന ഒരു അടിമത്തം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുക, അല്ലെ അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. എവിടെയാണോ മർദ്ദനങ്ങൾ അവിടെ ഉയരണം ശബ്ദം എന്നുള്ള രീതിയിലാണ് വേടന്റെ ഓരോ വരികളിലും വേടൻ പറയുന്നത്. വേടന്റെ അമ്മയെ പറ്റി വേടൻ പാടുന്നുണ്ട്. കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നവീന അടിമകൾ വാഴും ഒരിടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലെ ഒരുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വരികളിലും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയവും ആദർശവും എന്താണെന്നുള്ളത് കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പൊ അങ്ങനെ തന്നെയാണ് വേടന്റെ എല്ലാ കവിതകളും. ഇപ്പൊ കൊണ്ടലെന്ന് പറയുന്ന കവിത, ആ സിനിമയിലെ പാട്ട്, അതിൽ വേടൻ കടലമ്മ കരഞ്ഞല്ലേ പെറ്റെന്നുള്ള പാട്ട്, അതിൽ തുടങ്ങി വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ്, അല്ലെ സോഷ്യൽ ക്രിമിനൽ, ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളിലും, അത് ഏതൊരു പാട്ടായിക്കോട്ടെ, ഏതെടുത്താലും അതിലൊരു കഴമ്പുണ്ടാവും, അതിലൊരു മുഖ്യമായിട്ടുള്ളൊരു വിഷയം ഉണ്ടാവും. ആ വിഷയത്തിനെയാണ് വേടൻ കവിതാ രൂപേണ അവതരിപ്പിക്കുന്നത്. അതിലാണ് പലർക്കും അസഹിഷ്ണുത. കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പണിയാവുമല്ലോ എന്നുള്ളൊരു പേടി. ആ പേടിയിൽ നിന്നാണ് ഈ പലതരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ വേടന്റെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, വേടന്റെ ഓരോ പാട്ടുകളും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അനുഭവിച്ചതും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള അടിമത്തവും അതേപോലെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിലുള്ള ഒരു വർണ്ണ വിവേചനങ്ങളും എല്ലാം
നമുക്ക് ഈ വേടൻ്റെ കവിതകളിൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രതിഷേധാത്മകമായിട്ടാണ് വേടൻ ഈ ഒരു കലയെ ഉപയോഗിക്കുന്നത്. വേടൻ്റെ ഓരോ കവിതകളും വേടൻ പാടുമ്പോഴും ആ എനർജിയും ആ ഒരു പുച്ഛവും ആ ഒരു ദേഷ്യവും ആ വാശിയും എല്ലാം വെറുപ്പും എല്ലാം വേടൻ്റെ ഉള്ളിലുണ്ട്. അത് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം വാനോളം ഉയരാനായിട്ട് സഹായകമായ ഒരു ഘടകമെന്ന് പറയുന്നത്. അവൻ്റെ ഉള്ളിലൊരു തീയുണ്ട്. ആ തീ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? ആ തീ ഉണ്ടായത് വേറെ എവിടുന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്, നമ്മളിൽ ഓരോരുത്തരിൽ നിന്ന് തന്നെയാണ്. കാരണം ഉന്നത കുലജാതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദന്തയില്ലാത്തവന്മാരുടെ പ്രവൃത്തി കാരണം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ അനുഭവിച്ചിരുന്ന വിഷമങ്ങളും ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ചിരുന്ന വിഷമങ്ങളും അദ്ദേഹം ഒരു കവിതാ രൂപേണ അത് ചൂണ്ടിക്കാണിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇവർക്ക് ഈ വിഷമവും ഉരുപൊട്ടലും ഒക്കെ. അപ്പോൾ വേടൻ്റെ ഈ ഒരു കവിത ഈ സർവകലാശാലയിൽ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് വേടനെ ഒരു ഇന്റർവ്യൂവിന് പലപ്പോഴും പല കമന്റ് ബോക്സിലും ഞാൻ കണ്ടിരുന്നു, വേടനെ ഒരു ഇന്റർവ്യൂവിന് എല്ലാവരും TV യിലേക്ക് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. വേടനെ ഇന്റർവ്യൂവിനായിട്ട് റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ സാർ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ വേടൻ അവിടെ എത്തി. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ സർവകലാശാലയിൽ വേടൻ്റെ പാട്ട് ഏറ്റെടുത്തതിനെ പറ്റി എന്താണ് വേടന് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ വേടൻ രസകരമായിട്ട് പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ സ്കൂളിൽ പോലും നേരെ ചൊവ്വേ പോയിട്ടില്ല, അങ്ങനെയുള്ളിടത്ത് എൻ്റെ ഒരു കവിത സർവകലാശാലയിൽ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നല്ല സുഹൃത്തുക്കളാണ് വേണ്ടത്. സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിലേ നമുക്കൊരു പേടി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പാടില്ലടാ എന്ന് പറഞ്ഞു തരാനായിട്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ പേടി ഉണ്ടാവുകയുള്ളൂ എന്ന് വേടൻ പറയുന്നുണ്ട്. അപ്പോൾ വേടൻ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാം. പാട്ട് സർവകലാശാലയുടെ സിലബസ് ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു just don't care us. They don't really care. They don't really care about us. All I want to say is that they don't really care about us. ആ പാട്ടാണ്. അപ്പോൾ രണ്ട് റാപ്പ് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അല്ലേ? വേടൻ്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു. അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വെറുതെ അതെ, ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയാനാണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സുഹൃത്തുണ്ട്, ഹൃദിക്. ഹൃദിക്കാണ് ഏർലി മോർണിംഗ് എനിക്ക് ഇത് അയച്ചു തരുന്നത്, കാണണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരടുത്തൊന്നും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് നമ്മളെ കുറിച്ച് പഠിക്കുക. യൂണിവേഴ്സിറ്റിയിലെ MA പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലേ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേടൻ ഒരു പഠന വിഷയമായി മാറുന്നു എന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകർക്ക് അധികം അറിയില്ല, വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. സ്കൂളിൽ പോയി പിന്നെ +1 +2 ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. പക്ഷേ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ അധികം പറ്റിയിട്ടില്ല, പണിയെടുക്കായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഈ വേടൻ ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇന്നലെ 2-3 പേരെ ഞാൻ ചോദിച്ചു. അത് റെയിൽവേ കോളനി അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോഴും പോകാറുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ അവിടെ അതിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തീവണ്ടി വരുന്നില്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത അവസ്ഥ അല്ലേ? അതിന്റെ ഒരു താളം മനസ്സിൽ കാണും, ട്രെയിൻ പോകുന്നതിന്റെ ഒരു താളം മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവും. വേടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല. മുരളീചേട്ടൻ ലോട്ടറിയാണ്. ഇല്ല, അതൊക്കെ കഥ തെറ്റാണ്. യൂട്യൂബ് അപ്പം കൂലിപ്പണി തന്നെയാണ്, വാർക്കപ്പണി. മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സായി കഥകൾ പറഞ്ഞു ഭയങ്കര കഥകളാണ്. അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതണ്ട, ഇതാണ് വാസ്തവം കേട്ടോ. അപ്പനൊരു ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി കിട്ടുക പറഞ്ഞിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഞാൻ എനിക്കറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ്. അതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്, ചുറ്റുപാടിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ എൻ്റെ ചുറ്റുപാടിലൊക്കെ ഭയങ്കര സുലഭമായിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാനൊരു 13 വയസ്സ് തൊട്ടൊക്കെ ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 13 വയസ്സ് തൊട്ട്. 13 വയസ്സിൽ അത് തരാൻ വേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര അവൈലബിൾ ആണ് അവിടെ. എന്തും കിട്ടും, എന്തും നടക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടെ സമാന്തര ലോകമുണ്ട്, നമ്മൾ കാണാത്തൊരു ലോകം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മളോട് പറയുമ്പോഴേ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ എന്നാണ് ചോദിക്കുക. ഇവിടെയുള്ള പട്ടികജാതി കോളനികളും റെയിൽവേ കോളനികളും 40-40,000-ലധികം കോളനികളുണ്ട് എന്നാണ് കേരളത്തിൽ പറയണത്. അപ്പോൾ ഈ കോളനികളും ഈ അടിസ്ഥാന വർഗ്ഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പോയി നോക്കണം. അവിടെ ഭയങ്കര കണ്ടില്ലേ, വേടന് പറയാനുള്ളത് അവൻ്റെ സ്വപ്നങ്ങൾ മധുരപൂർണ്ണമായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളൊന്നും മധുരിക്കുന്നതായിരുന്നില്ല, അവൻ്റെ ജീവിതാനുഭവങ്ങളൊന്നും അത്ര സുഖകരമായിരുന്നില്ല. അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളും അവൻ ഇപ്പോൾ വളർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ സാഹചര്യങ്ങളും അവൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇന്നലകളിൽ അനുഭവിച്ചതും ഇന്ന് അനുഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ ആശങ്കാകുലനാണ്, അല്ലെങ്കിൽ അവൻ അതിൽ വിമർശനാത്മകമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നവനാണ്. അങ്ങനെ വിമർശിക്കുന്നത് കൊണ്ടാണ് അവനെ അടിച്ചമർത്താൻ വേണ്ടി പല അടിമകളും ശ്രമിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ശശികല ടീച്ചറിനും അതേപോലെ മധുവിനും അതേപോലെ തന്നെ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു വാണമുണ്ട്. ഇവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ വേടനെ ഈ രീതിയിലേക്ക് നിങ്ങൾ നാഷണലിൽ നിന്ന് ഇൻ്റർനാഷണലിലേക്ക് ലെവലിലേക്ക് വളർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ശശികല ടീച്ചറെ, നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ വാല്യൂ പോലും ഇല്ലാത്ത നിങ്ങളുടെ വാക്കുകൾ, ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ ടീച്ചർ എന്നൊന്നും വിളിക്കാൻ ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. ഞങ്ങൾ വേറെ പലതുമാണ് വിളിക്കുന്നത്, പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ബഹുമാനം ഞാൻ തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തരാൻ പോകുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ
വേടനെ ഈ ലെവലിലേക്ക് ഉയർത്തിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറഞ്ഞു. നിങ്ങളെപ്പോലുള്ള അടിമകൾ കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്റർനാഷണൽ ലെവലിലേക്ക് അറിയപ്പെട്ടു. ഇനി വേടന്റെ ഓരോ പാട്ടുകളും ഓരോ ശബ്ദങ്ങളും എല്ലാം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പഠിക്കും. നിങ്ങളുടെ പേടി, ഉന്നത കുലജാതന്മാരുടെയൊക്കെ പേടി ആധുനിക കാലഘട്ടത്തിൽ ജാതി, മതം, വർണ്ണം, വിവേചനം ഒന്നുമില്ല. അത് വേടൻ അവരുടെ മനസ്സിലേക്ക് ജാതി വിരുദ്ധത കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. ആ പേടി ഇനിയാണ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. കാരണം സർവകലാശാല ലെവലിൽ വേടന്റെ പാട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും മധുവണ്ണ അല്ലെ ശശികല ചേച്ചി? നിങ്ങൾ പെട്ടുപോകല്ലോ. ഇനി വരുന്ന ആധുനിക തലമുറയിൽ എത്ര പേരാണ് ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് പോകുന്നത്? അവരെല്ലാം അല്ലെ ബിരുദം എടുക്കുന്നവരെല്ലാം പഠിക്കുമല്ലോ ഇത്. അങ്ങനെ പഠിക്കുമ്പോൾ വേടൻ ആരായിരുന്നു? വേടൻ എന്തിനു വേണ്ടി നിലകൊണ്ടത്? വേടൻ ഇങ്ങനെ വന്നപ്പോൾ വേടനെതിരെ സംസാരിച്ച തന്തയില്ലാത്തവന്മാർ ആരാണ്? ഇതെല്ലാം അവർ പഠിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം അവർ കാണില്ലേ? എങ്ങനെ പോയാലും സെർച്ച് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ അണ്ണന്മാരെ. എന്തൊക്കെയല്ലേ വലിയ രീതിയിൽ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിച്ചതാ. മൂഞ്ചി, ആട്ടപ്പട്ടെല്ലാം മൂഞ്ചി. തന്ത ആരാന്ന് ചോദിച്ചാൽ പോലും പറയാൻ അറിയാത്തവന്മാരാണ് വേടനെ വിമർശിക്കാൻ വന്നിരുന്നത്. എന്നിട്ട് എന്തായി? ഇപ്പൊ വാലും ചുരുട്ടി പെരക്കാതിരിക്കേണ്ട കാര്യമായി. ശശികലയ്ക്കൊക്കെ നല്ല ഐശ്വര്യമാണ്. ശശികല വിമർശനമായിട്ട് വന്നതിന് ശേഷമാണ് വേടൻ അവാർഡ് കിട്ടിയത്. അതിനുശേഷം വേടന്റെ പാട്ട് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കി എടുക്കുന്നു. വേടനെ വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കേസ് സഹായകമായി. നമുക്കറിയാം കേസ് വന്നു കഴിഞ്ഞാൽ തളർന്നു പോകുന്നവരുമുണ്ട്, ഉയർന്നു വരുന്നവരുമുണ്ട്. പക്ഷേ വേടന്റെ വിഷയത്തിൽ നടന്നത് വേടൻ വലിയ രീതിയിൽ അങ്ങ് ഉയർന്നു, വലിയൊരു വൃക്ഷമായി മാറി. അപ്പോൾ ആ വൃക്ഷത്തിനെ വെട്ടാൻ ശ്രമിച്ചവരെല്ലാം പിൻവാങ്ങി. എങ്ങനെ? തോറ്റ് പിൻവാങ്ങി. പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇനി ആര് വന്നാലും. പക്ഷേ വേടാമുത്തെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഒരുപാട് കഴുകൻ കണ്ണുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പിന്നാലെ, നിങ്ങളുടെ കൂടെ കേരളത്തിലെ ഒരു നല്ല ശതമാനം, കേരളത്തിലെ ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. നിങ്ങളുടെ ആശയങ്ങൾക്ക് പിന്നാലെ ഉണ്ടാവും. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിച്ചില്ലെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും. നിങ്ങൾക്കിനി ഒന്നും സംഭവിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇനി നേരത്തെ എന്തെങ്കിലും ചെയ്തിരുന്നൊരു വേടനാണെങ്കിൽ ഓക്കെ. ഇന്ന് വേടൻ എന്ന് പറഞ്ഞ വ്യക്തി നേരത്തെ എവിടെയെങ്കിലും കിടന്നിരുന്നൊരു വേടൻ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു വ്യക്തിയാണ് വേടൻ, അല്ലെ എൻ്റെ മകനാണ് വേടൻ, എൻ്റെ ചേട്ടനാണ് വേടൻ, എൻ്റെ അനിയനാണ് വേടൻ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുള്ളൊരു സമൂഹമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ വേടൻ്റെ അതിനുശേഷം ഒരുപാട് വീഡിയോസ് ഈ റിപ്പോർട്ട് ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ വേടൻ പട്ടിണി ഇല്ലാതാക്കാൻ ഓടി നടന്ന് പണിയെടുക്കുന്ന അമ്മ, ആ അമ്മയെപ്പറ്റി വേടൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്ന അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ എന്ന് വേടൻ പറയുന്നുണ്ട്. വേടൻ്റെ അമ്മയെപ്പറ്റി പറയുമ്പോൾ വേടൻ എപ്പോഴും വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേടൻ്റെ അമ്മയെപ്പറ്റി പറയുമ്പോൾ വേടന് 100 നാവാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റി വേടൻ എന്താണ് പറയാനുള്ളത്? ആ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത്? ഇല്ല, വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു 2 വർഷം അല്ലേ? ഞാനൊരു യൂട്യൂബിൽ വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വേടൻ്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലവും അങ്ങനെ ഒരു അമ്മ, അച്ഛൻ, അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടൻ്റെ മനസ്സിലുള്ളൊരു അമ്മ. അതെങ്ങനെയുള്ളൊരു അമ്മയായിരുന്നു വേടൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു അമ്മ? ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെപ്പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെക്കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന. അതായത് അവർ മനസ്സിലായോ? എൻ്റെ അമ്മ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ, കോടീശ്വരനായി ഞാനിപ്പോ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നു കോടീശ്വരനായ. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇനിയും കോടീശ്വരനാവും. ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ടൊരു ദാരിദ്ര്യം കൂടിയുണ്ട്. അഥവാ അമ്മയുടെ അവസ്ഥ അതെല്ലാ മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ എല്ലാ മക്കൾക്കും. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് കണ്ടത് അല്ലേ? വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ? ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ, മെഹ്ജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് മെഹ്ജൂറയെ കുറിച്ച് കേൾക്കായിരുന്നു. അപ്പൊ മെഹ്ജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല, നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട്. അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോൾ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എൻ്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങളില്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു ടിപ്പിക്കൽ സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിന്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ, അങ്ങനെ പോകുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ വേടൻ പറയുന്നത്?
അങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഊട്ടുന്ന ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരനായേനെ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു മനുഷ്യനായേനെ. അങ്ങനെ വേടൻ പറയുമ്പോൾ ആ വേടൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു കാര്യം, ആ അമ്മയുടെ സ്നേഹം അല്ലെ ആ അമ്മയുടെ വാത്സല്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ആ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാൻ പറ്റാതെ പോയ ഒരു മകൻ്റെ വിങ്ങൽ ആ വേടൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാവും. അത് കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമമായി. അപ്പോൾ വേടന് എന്തുകൊണ്ട് വേടൻ്റെ അമ്മയും വേടൻ്റെ അച്ഛനെയും ഒക്കെ വേടൻ ഇത്രയധികം ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഇവരുമായിട്ട് ഇത്ര ആത്മബന്ധത്തിലായത്, ഇതിന് മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ എന്ന് വേടൻ എടുത്തു പറയുന്നുണ്ട്. വേടൻ്റെ അമ്മയും വേടൻ്റെ അച്ഛനും എല്ലാവരും അനുഭവിച്ച, അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്നും അനുഭവിക്കുന്ന കാര്യങ്ങളെ മുന്നിലേക്ക് വരച്ചു കാണിക്കാനായിട്ടാണ് വേടൻ്റെ ഓരോ വരികളും അല്ലെങ്കിൽ വേടൻ്റെ ഓരോ കവിതകളും. ആ കവിതകൾ വെറും കേവലം കവിതകളല്ല, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദവും അവൻ്റെ രാഷ്ട്രീയവുമാണ്. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാല ഇതിനെ ഒരു പാഠ്യ വിഷയമാക്കി എടുത്തിരിക്കുന്നത്. ഈ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ജാതീയ അടിസ്ഥാനത്തിൽ വേർതിരിവുകളും അല്ലെങ്കിൽ താരതമ്യ പഠനങ്ങളും ഒക്കെ, അല്ലെങ്കിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവരെ മാറ്റിയിരുത്തുന്ന രീതിയിലൊക്കെ വരുന്നതൊക്കെ എന്ന് വേടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വേടന് പറയാനുള്ള ലഹരിയെ പറ്റി വേടൻ പറയുന്നുണ്ട്. മക്കളെ അത് ഉപയോഗിക്കരുത്, ഞാനത് ഉപയോഗിച്ചതുകൊണ്ടാണ് പറയുന്നത്. ലഹരി ഉപയോഗിച്ച് വേടൻ്റെ എന്താണ് വേടൻ്റെ എനർജി എന്ന് നമ്മുടെ അരുൺകുമാർ ചോദിക്കുന്ന സമയത്ത്, കഞ്ചാവും മദ്യവും ലഹരിയൊക്കെയാണോ നിങ്ങളുടെ ഈ എനർജി എന്ന് ചോദിക്കുമ്പോൾ വേടൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ വലിച്ചാലോ കുടിച്ചാലോ എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ തളർത്തിക്കളയും, അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്, അതുകൊണ്ട് ഞാൻ അതൊന്നുമല്ല എൻ്റെ എനർജി. എൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ എനർജി. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് വേടൻ പറയുന്നത്. അപ്പോൾ അടിച്ചമർത്താൻ ശ്രമിച്ച അടിമ സംഘികൾക്കും ചാണക സംഘികൾക്കും അവരോടൊപ്പം നിൽക്കുന്ന, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന തന്തയില്ലാത്തവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് വേടൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് വേടൻ്റെ എനർജിയുടെ രഹസ്യം എന്നുള്ളത് ചോദിക്കുമ്പോൾ വേടൻ എന്താണ് അതിനെപ്പറ്റി പറയുന്നതോടൊന്ന് പ്ലേ ചെയ്യാം. അനിയത്തിയുടെ പേര് ഹരിതയും മൂത്തയാളുടെ പേര് ഹരിദാസും ഹിരണും ഹരിതയും എല്ലാ ഹായിലാണ് തുടങ്ങുന്നത്. അത് അമ്മയുടെ കരവിരുതാണ്. ഇപ്പോൾ പ്രണയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ എങ്ങനെ ജീവിതത്തിന്റെ ഡെയിലി ടൈമൊക്കെ കീപ്പ് ചെയ്യുന്നത്, എനർജി എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. ചില ആളുകൾ എന്നോട് ചോദിച്ചത് ഇതൊക്കെ അടിച്ചിട്ടായിരിക്കും വേടൻ ഈ എനർജി കീപ്പ് ചെയ്യുന്നത് എന്നാണ്. ആ രഹസ്യം ഒന്ന് വെളിപ്പെടുത്തുന്നത്. ഇതൊന്നും അടിച്ചു കഴിഞ്ഞാൽ എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എനർജി കീപ്പ് ചെയ്യണത് നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പേടി ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ വേണം. ഇന്നത് ചെയ്യുമ്പോൾ അവൻ്റെ 2 അടി കിട്ടുന്നെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല സുഹൃത്തുക്കളുള്ളപ്പോൾ പിന്നെ നമുക്ക് ഒരു എന്താണ് പറയുക, ഒരു ഉന്നം വെച്ചിരിക്കണം. നമുക്ക് ഇന്ന വർഷത്തിൽ ഇന്നത് എത്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ പിന്നെ കളിക്കാനൊക്കെ പോവുക. ഇപ്പോൾ ഈ ഫോണിൽ കളിച്ചിരിക്കുന്ന ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മളെ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മൾ തന്നെ വേറെ രീതിയിൽ മാറ്റും. പിള്ളേരുടെ കൂടെ മെയിനായിട്ട് പണ്ട് അന്ന് കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന കളിയിൽ ഇപ്പോഴും കളിക്കാൻ പറ്റുന്നില്ലല്ലോ, പലരും പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ എന്നാലും പിള്ളേരുടെ കൂടെ ഞാൻ ചെറുതായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യും. എന്നാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് പരിപാടി ഒന്നുമില്ല, ബോക്സ് ചെയ്യും ഞാൻ ചെറുതായിട്ട്. അപ്പൊ അത് പിള്ളേരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് എനർജി നിർത്തുക. അങ്ങനെ കൃത്രിമമായിട്ട് ഒരു സാധനം വെച്ച് എനർജി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ കൃത്രിമമായിട്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് എനർജി നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. എനർജി ആയിരിക്കാൻ ലഹരികളല്ല, അതിന് നമ്മൾ തന്നെ തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ടത്. ഈ ഹൈ വോൾട്ടേജിൽ അങ്ങനെ തോന്നിയ 2 വരി എടുത്തത്, അതായത് ഇപ്പോഴും വേദികളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടാവുമല്ലോ, ഇപ്പം ഇത്രയും വരുന്ന സമയങ്ങളിലും. സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തിൽ ആ പാട്ട് മുഴുവനേ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. ഹൈ എനർജിയാണ് ആ പാട്ട്. ആ പാട്ട് ലൈക്ക് ശരിക്കും എൻ്റെ ജീവിതം ഞാൻ കണ്ടില്ല. ഇതിലെല്ലാം വേടൻ എടുത്ത് പറയുന്ന, അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്നും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏതൊരു തലത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, മുന്നോക്കമോ പിന്നോക്കമോ ആരാണെങ്കിലും അവരെല്ലാം അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു കലാരൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്നും അടിച്ചമർത്തൽ ഇരയാക്കപ്പെടുന്നുണ്ടെന്നുള്ളത് വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. അപ്പോൾ ആ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും. അതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ഇലക്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രെഡിബിലിറ്റി, ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളൊരു പേടിയുള്ള ആളുകളാണ് വേടനെ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ വിമർശിച്ചവരെല്ലാം അവസാനം വേടനൊപ്പമായി. ഈ ഒപ്പമായവർ ഇനി വേടനെ തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും വേടനൊപ്പമുള്ള, അല്ലെങ്കിൽ വേടനെ സ്വന്തം അനുജനായിട്ടോ അല്ലെങ്കിൽ വേടനെ സഹോദരനായിട്ടോ മകനായിട്ടോ കാണുന്ന ഒരുപാട് അമ്മയും ചേട്ടനും അനിയന്മാരും ഒക്കെ ഉള്ളൊരു നാട്ടിൽ വേടൻ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. വേടാ, നിന്റെ പിന്നാലെ ഒരു 1000 അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അപ്പം നിനക്ക് ഇനിയും ധൈര്യമായി തന്നെ പോവാം. നിന്റെ ആദർശവും ആശയവും നിന്റെ രാഷ്ട്രീയവും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ തന്നെയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ആളുകൾ ഇനിയും നിന്നെ സപ്പോർട്ട് ചെയ്യും. നിന്റെ ഈ പറയുന്ന എളിമയാണ് വേടാ നിന്റെ ഉയർച്ചയ്ക്ക് കാരണം. നീ ഇനിയും ഉയരും, വാനോളം ഉയരും. അതുകൊണ്ട് BJP-യിൽപ്പെട്ട അല്ലെങ്കിൽ ചാണക സംഖ്യകൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രയും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി
വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശവും ആശയവും രാഷ്ട്രീയവും എല്ലാം ഇനിയും ചർച്ച ചെയ്യപ്പെടും. ഇനിയും അത് വേണ്ട ലെവലിലെല്ലാം വേണ്ട തലങ്ങളിലെല്ലാം ഉപയോഗിക്കപ്പെടും. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അയ്യങ്കാളി അല്ലെങ്കിൽ അംബേദ്കർ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹത് വ്യക്തികളോടൊപ്പം തന്നെ പേര് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ട് തന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തി തുടരുകയും ചെയ്യും. അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി നിലകൊള്ളുകയും ചെയ്യും. ഇനിയും കുരു പൊട്ടാവുന്നവന്മാർക്ക് പൊട്ടാം, ഇനിയും വിമർശിക്കാവുന്നവർക്ക് വിമർശിക്കാം. ഇനി എന്തായാലും കരച്ചിലിൻ്റെ കാലമാണ് സംഘികൾക്ക്. ചാണക സംഘികൾ ഇനിയും കരഞ്ഞു മെഴുകാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞിട്ടും വേടനെ എല്ലാവരും അങ്ങോട്ട് വാനോളം പുകഴ്ത്തുകയാണല്ലോ. ഞങ്ങൾ വെക്കുന്ന ഒന്നും ഇങ്ങോട്ട് ഏക്കുന്നില്ല, വെക്കുന്ന വെടിയെല്ലാം അപ്പുറത്തുകൂടെ പോവുകയാണ്, ഇങ്ങ് ഒന്നും ഏക്കുന്നില്ല. എന്തൊക്കെയോ വലിയ രീതിയിൽ അങ്ങ് ശ്രമിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം ഇടപെടലും മൂഞ്ചി. പുലി വരും എന്ന് പറച്ചിലേ ഉള്ളൂ, പക്ഷെ പുലി ഇല്ല. എന്തൊരു കഷ്ടമാണല്ലേ ഈ പറയുന്ന ചാണകം തീനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇനി മെഴുകണമല്ലോ മക്കളെ ചാണകത്തിലിട്ട് കിടന്നുകൊണ്ട്. കാരണം നിങ്ങൾ ചെയ്തതെല്ലാം മൂഞ്ചിപ്പോയി. കഷ്ടം തന്നെ.